വിഷ്ണു വിശാൽ നമ്മുടെ രാക്ഷസന് ശേഷം വീണ്ടും ഒരു സീരിയൽ കില്ലർ പടമാണെന്ന് തോന്നുന്നു. കാര്യം ഇതിൻ്റെ ടീസർ ഞാൻ ഓർക്കുന്നില്ല, കണ്ടിരുന്നു, നമ്മൾ റിയാക്ട് ചെയ്തിട്ടില്ല. ആര്യൻ എന്നാണ് പുതിയ പടം. ആ പടത്തിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. നമുക്ക് ട്രെയിലർ കാണാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. ടീസർ കണ്ടു ഞാൻ, പക്ഷേ എനിക്കത് ഓർമ്മയില്ലത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് ഈ ഇൻവെസ്റ്റിഗേഷൻ പടമാണെന്നാണ് വിശ്വസിച്ചിരിക്കുന്നത്. സോ അതിൻ്റെ ട്രെയിലർ വന്നിട്ട് നമുക്ക് ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം, അപ്പോൾ ഒരു ഐഡിയ കിട്ടുമല്ലോ. ബോഡി கிடைக்கும். ஓ விஷ்ணு விஷாலோட ப்ரொடக்ஷன் நடக்க போறது எல்லாம் வெறும் ஆரம்பம் மட்டும்தான். ஆரம்பம்னா என்ன வாட் boy of yours அந்த கொடைக்கானல் சீரியல் நீங்க சால்வ் பண்ணாரு. கொலை நடக்கிறதுக்கு சரியா 1 மணி நேரம் முன்னாடி உள்ள போற கேரக்டர் பேரை வெளிப்படுத்துறோம். மொத்த உலகமே பார்க்கும்போது அவன் ஒரு உயிரை கூட எடுக்கக்கூடாது. நீ வந்து காப்பாற்ற ட்ரை பண்ணு. But they will die. ஒரு மணி நேரத்து சிட்டி கூட அனௌன்ஸ் பண்ண பேரை வச்சிருக்காங்க. ஃபில்டர் பண்ணி ஐடென்டிஃபை பண்ண முடியாது சார். ஓகே வி ஸ்டாப் இட். அவனோட டிமாண்ட்ஸ் என்னன்னு பார்த்துட்டு நெகோஷியேட் பண்ண பார்ப்போம். ஏன் இவங்களை மட்டும் செலக்ட் பண்ணி கொள்றாங்கன்னு தெரியல. ஆஃபீஸ் ரீஸ்டார்ட். பட் அது வெறும் ஒரு டீகாய். ட்ரஸ்ட் மீ गाइस. இவ்வளவு சிம்பிளா இருக்கிற வாய்ப்பு இல்லை. வேற ஏதோ ஒரு பிளான் பண்ணிப்போம். ജിബ്രാനെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. പ്ലാൻ பண்ணி സ്കെച്ച് போட்டு പെർഫെക്റ്റ് എക്സിക്യൂട്ട് பண்ணி. இந்த உலகத்துல நீ எங்க தேடினா நான் கிடைக்க மாட்டேன். Bullshit. Freaking psychopath. This is not just a perfect crime. He is a perfect crime. സെൽവരാമൻ നറേറ്റ് ചെയ്തിരുന്നല്ലേ. അവനെ പുറത്തു വയ്ക്കും. ഇത് ഒരു ആർട്ട്. And he is an artist. ഇതാണ് മാസ്റ്റർ പീസ്. ഒക്ടോബർ 30 ഈ മാസം. അതായത് കില്ലറെ നേരത്തെ കാണിച്ചുകൊണ്ടുള്ള പരിപാടിയാണ്. അതായത് കില്ലറുടെ ആർട്ടാണ് അദ്ദേഹത്തിൻ്റെ കൊലപാതകം. ഇത് കാണുമ്പോൾ കൊള്ളാം, ഇത് രസമുണ്ട്. ഈ സീരിയൽ കില്ലർ പടങ്ങൾ, സീരിയൽ കില്ലിംഗ് എന്നൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ടയർഡായി. കുറച്ചധികം പടങ്ങൾ ഇങ്ങനെ കണ്ട് ഒരിടയ്ക്ക് സീരിയൽ കില്ലർമാരെ തട്ടി നടക്കാൻ പറ്റത്തില്ല. കാരണം അതായിരുന്നു മെയിൻ ഒരു ജോണർ. സീരിയൽ ഇപ്പോൾ സൈക്കോപാത്ത് ആണ്. അതന്നെ സൈക്കോ ആ വേർഡ് രണ്ടും ഉപയോഗിക്കുന്നിടത്ത് കുറച്ച് ആൾക്കാർ ഇപ്പം സീരിയൽ കില്ലർ ആവണമെങ്കിൽ തന്നെ സൈക്കോപാത്ത് ആവണം എന്നുള്ളതിന്. നമ്മളുടെ ഒരുപാട് പടങ്ങളില്ലേ ഈ റിവഞ്ചാണ് ആക്ച്വലി ഇവർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ സീരിയൽ കില്ലർ സൈക്കോപാത്ത് എന്നുള്ള വേർഡൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും പ്രോപ്പർ ഒരു സൈക്കോപാത്തിൻ്റെ ലൈനിലായിരിക്കത്തില്ല പോണത്. അത് കുറച്ചൊരു രാക്ഷസനായിരുന്നു. അതായത് ആ ക്യാരക്ടറിന് അങ്ങനെ ഒരു ബാക്കിയുള്ളതിനകത്തൊക്കെ ഒരു സീരീസ് ഓഫ് മർഡേഴ്സ് നടക്കുകയാണ്. മോട്ടീവ് ഇല്ല ഒരാളെ സെലക്ട് ചെയ്യാനും കൊല്ലാനും അങ്ങനെ പ്രത്യേകിച്ച് മോട്ടീവ്. കൊല്ലുന്നയാളുടെ പേര് 1 മണിക്കൂർ മുമ്പ് റിവീൽ ചെയ്യും അങ്ങനെ. അപ്പോൾ പുള്ളി ഒരു ആർട്ടിസ്റ്റ് ആണെന്നും പുള്ളി ചെയ്യുന്നത് ഒരു ആർട്ടാണെന്നുള്ള ലൈനിലാണ്. അപ്പോൾ അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് എലമെൻ്റ് ആണ്. എനിക്ക് മറ്റേ ചുപ്പ് ഓർമ്മയില്ല, ചുപ്പ് സിനിമ ഓർമ്മ ഉണ്ടോ നമ്മുടെ ഡിക്യുവിൻ്റെ? അതിൻ്റെ ലൈൻ ഭയങ്കര രസമായിരുന്നു. അത് പടം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ലൈനായിരുന്നു. അതായത് ഈ പടം മറ്റേ അതല്ലേ 3 സ്റ്റാർ കൊടുക്കുന്ന റിവ്യൂവേഴ്സിന് 3 സ്റ്റാർ എത്ര സ്റ്റാർസിന് താഴെ പോയി കഴിഞ്ഞാൽ ആ റിവ്യൂവേഴ്സിന് തട്ടുന്നത്. അത് ഭയങ്കര രസമുള്ളൊരു ഐഡിയ ആയിരുന്നു. ഈ പടം നമുക്ക് പാനലിൽ ഫസ്റ്റ് സ്ക്രീനിലിരുന്ന് കാണണം. അതെ ഇരുട്ട്, മൊത്തം ഇരുട്ടായിരിക്കും. അല്ല ഗ്രേഡ് ചെയ്തും കുറച്ചധികം ഡാർക്ക് ആക്കിയിട്ടുണ്ട് പടത്തിന്. നമ്മൾ ഇതിൽ തന്നെ കണ്ടിട്ട് കുറച്ചധികം ഇരുട്ട്. അതെ തിയേറ്ററിൽ നല്ല ബ്രൈറ്റ്നസ് ഉള്ള തിയേറ്ററിൽ അല്ലെങ്കിൽ നമ്മൾ തിയേറ്ററിൽ ഇരുന്നിട്ട് ടോർച്ച് അടിച്ച് നോക്കേണ്ട അവസ്ഥ. അതേ കൊലയാളി എന്ന് പറയുമ്പോൾ ഒന്നും കാണുന്നില്ല. ടീസറിലുള്ള പോലെ നായകൻ ഒരു ടോർച്ച് കൊണ്ടാണ്, നമ്മൾ ടോർച്ച് കൊണ്ട് പോയിരിക്കണം എന്ന് തോന്നുന്നു. അതെ. സോ എനിവേ പടം വരട്ടെ. പടം 31 റിലീസ്, ഈ മാസം തന്നെ റിലീസുണ്ട്. ആര്യൻ അങ്ങനെ പേരിടാൻ കാരണം അത് പടം കാണുമ്പോൾ അറിയാം. ലാസ്റ്റ് ആര്യൻ്റെ പേര് പറയോ? ആര്യൻ എന്നുള്ളത് ഒന്നുകിൽ നായകൻ ആവാം അല്ലെങ്കിൽ വില്ലൻ്റെ പേരാവാം. പഴയ ഗജിനി എന്നൊക്കെ പറയുന്ന പോലെ. മറ്റേ സാധനമൊന്നും ഇല്ലല്ലോ. ആര്യന്മാരും ദ്രവീഡിയന്മാരും ഉള്ള ആര്യന്മാരെ തെരഞ്ഞു പിടിച്ച് കൊല്ലുക. അത്രയും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അതൊക്കെ വലിയ ചിന്തകളിലേക്കൊന്നും നമ്മൾ പോകണം. ദ്രവീഡിയൻ സാർ ഗിബ്രാൻ കുറച്ച് കാലമായി. അതെ. കാരണം ഗിബ്രാൻ ഈ ഇഷ്ടമുള്ള അതിലൊരു ഭയങ്കര പീക്ക് പോയത്. ഏതാ രാക്ഷസനിലെ പുള്ളി ഭയങ്കര പീക്ക് പോയത്. പേര് രജിസ്റ്റർ ആവുന്നില്ല. അതെ.
രാക്ഷസന്റെ മ്യൂസിക് ഉള്ള ആരത് ചെയ്തത് ഇപ്പോഴും ആളുകൾ ചോദിക്കും. കാരണം പുള്ളിയെ രജിസ്റ്റർ ആയിട്ടില്ല. പുള്ളിയെ നമ്മുടെ കമൽഹാസന്റെ പടങ്ങളിലായിരുന്നു കുറച്ചധികം യൂസ് ചെയ്തിരുന്നത്. നേരത്തെ പുള്ളിയുടെ ഇന്റർവ്യൂസ് ഇല്ലാത്തതുകൊണ്ടൊക്കെ ആയിരിക്കും. അധികം ഇല്ലാത്തതുകൊണ്ട് ഇടയ്ക്ക് വരുന്നുണ്ട് ഇൻ്റർവ്യൂസൊക്കെ. ഇടയ്ക്ക് ഞാൻ 1-2 ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു പുള്ളിയുടെ ഇൻ്റർവ്യൂവിൽ. അപ്പം ഇദ്ദേഹം സാംസിയസും പറയാൻ സംഭവം. അത് ഇത്രയും പടം ചെയ്തിട്ടേ ഇവർക്കൊരു റെക്കഗ്നിഷൻ ഇല്ല. ഇപ്പോൾ സാംസിയസ് കൈതി പോലും പടത്തിൽ നല്ല കിടിലൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തു. ഇതൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാലേ പുള്ളി എപ്പോഴും സാംസിയസ് എന്നുള്ളൊരു പേരിലേക്ക് ഇപ്പോഴാണ് പുള്ളി കുറച്ചുകൂടെ മേളി വരുന്നത്. ഈ ഗിബ്രാനും എത്ര വർഷമായിട്ട് പടം ചെയ്യുന്നത്. പുള്ളിക്ക് അത്രയും ഒരു ഭയങ്കര അണ്ടർ റേറ്റഡാണ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഇവർക്ക് ഭയങ്കര ഹിറ്റ് സോങ്സ് ഇല്ല, അതാണ്. സോ ഈ ഗിബ്രാൻ എല്ലാവർക്കും ഉണ്ട് ഹിറ്റ് സോങ്സ്, പക്ഷേ മറ്റുള്ളവർക്കുള്ള പോലെ അത്രയും നമ്പർ ഓഫ് ഹിറ്റ് സോങ്സിൻ്റെ എണ്ണത്തിൽ ഒരു പീരീഡ് ഉണ്ടാവണം. ഇവരുടെ ഒരു 10-15 ഇവിടെ അടുപ്പിച്ച് ഇങ്ങനെ ഇറങ്ങണം. ഇതും ഗിബ്രാനാണോ തോന്നുമ്പോൾ നമ്മൾ അനിരുദ്ധിനെ വളരെയധികം കാണുന്ന. അനിരുദ്ധ് എല്ലാ പടം ഒരു വർഷത്തിൽ 4 പടം 5 പടം കൊണ്ട് അനിരുദ്ധിൻ്റെ വരുന്നുണ്ട്. അപ്പോൾ അതാണ് സംഭവം. പിന്നെ അനിരുദ്ധിന് തുടക്ക സമയത്തായാലും ഒരു പടത്തിൽ 4 പാട്ട് ചെയ്താൽ 4 ഹിറ്റ് ആയിരുന്നു. അത് അങ്ങനെയൊക്കെ കുറച്ച്, അതായത് ഇവർ വരുന്ന പ്രോജക്റ്റുകൾ, അതാണ് അതിൻ്റെ പ്രത്യേകത. അതായത് ഇപ്പോൾ സാംസിയസ് ആയാലും ശരി, ഇപ്പോൾ ഗിബ്രാനൊക്കെ ആണെങ്കിലും ഇവർ കൈവെക്കുന്ന പ്രോജക്റ്റുകളെല്ലാം തന്നെ നമ്മളീ പറഞ്ഞ മെയിൻ സ്ട്രീം പ്രോജക്റ്റുകളിലേക്ക് അവർ വരുന്നില്ല. അങ്ങനെ അവർ വന്ന മെയിൻ സ്ട്രീം പ്രോജക്റ്റുകളെന്ന് പറഞ്ഞാൽ കമൽഹാസൻ്റെ പടങ്ങളാണ് ഗിബ്രാൻ കുറച്ച് കൂടുതൽ വന്നത്. പക്ഷേ ആ പടങ്ങളൊന്നും തന്നെ അത്ര വലിയ കാര്യത്തിൽ ശ്രദ്ധിക്കപ്പെടാത്ത പടങ്ങൾ വരും. അതാണ് ഇവർക്ക് പറ്റിപ്പോകുന്നത്. ഗിബ്രാൻ്റെ ഏറ്റവും കിടിലൻ വർക്കായിട്ട്, അല്ലെങ്കിൽ ഗിബ്രാനെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിച്ചത്, ഗിബ്രാന് കിട്ടിയ പേരും ഈ രാക്ഷസൻ്റെ സ്കോറിങ്ങിലായിരുന്നു. അതിനുശേഷം ഈ സീരിയൽ കില്ലർ പടങ്ങളിൽ നിന്ന് ഏതെടുത്താലും ഈ രാക്ഷസൻ്റെ സ്കോറിങ് റെഫറൻസ്. ഇപ്പോൾ നമ്മൾ ഈ സാധനം ഇവിടെ കിട്ടണം. അത് തന്നെ. കാരണം അതിൻ്റെ മ്യൂസിക്കിന് ഒരു ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ അതിനകത്തല്ലേ. മറ്റേ ഈ വയലിൻ കുറച്ച് തെറ്റായിട്ട് വായിക്കുന്ന. സോ അപ്പം നമുക്ക് പടം വരട്ടെ. 31-ാം തീയതിയാണ് ഉറപ്പായിട്ടും കാണുന്നതായിരിക്കും. നമ്മൾ കണ്ടേക്കാം അല്ലേ.